അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാധന്യരാവുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നും അതേപോലെ തന്നെ നല്ല മനുഷ്യന്മാരായി ജീവിക്കണമെന്നെല്ലാം അങ്ങേയറ്റം ആഗ്രഹമുള്ളവരാണ് നാം ഓരോരുത്തരും. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്കതിന് സാധിക്കാത്തതെന്നറിയോ? അതിന് ധാരാളം കാരണമുണ്ട്. അതിൽ പ്രധാനപരമായിട്ടും നമ്മൾ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാത്തതിനുള്ള കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ ബോധ്യം ഇല്ല എന്നുള്ളതാണ്. ഇന്ന് പലരും ദുനിയാവിൻ്റെ പിന്നാലെയാണ്, അഥവാ സമ്പത്തിൻ്റെ പിന്നാലെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് എല്ലായിടത്തും പ്രശ്നമാണ്. കുടുംബത്തിലായിക്കോട്ടെ, കൂട്ടുകാർക്കിടയിലായിക്കോട്ടെ, എല്ലായിടത്തും പ്രശ്നം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കുടുംബക്കാർക്കിടയിൽ എന്തിൻ്റെ പേരിലാണ് ഇന്ന് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്? മുതലിൻ്റെ പേരിൽ അല്ലേ? പക്ഷേ ഇത് കൂടെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ അറിയുമോ? യാഥാർത്ഥ്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞേ, നിങ്ങളൊരു കാര്യം എപ്പോഴും കൂടുതലായി ആലോചിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അഥവാ മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി ഓർക്കണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക. നമ്മൾ മരണത്തെക്കുറിച്ച് ധാരാളമായി ആലോചിച്ച് കഴിഞ്ഞാണ്ടല്ലോ, അതിൽ കുറേ മെച്ചങ്ങളുണ്ട്. ഒന്നെന്നുള്ളത്, നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന രൂപത്തിലുള്ളൊരു മനസ്സ് നമുക്ക് കിട്ടും. രണ്ട് വന്നിട്ട്, ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ല. മൂന്ന് വന്നിട്ട്, സാമ്പത്തികപരമായ ഉന്നതിയിലുള്ള അവസ്ഥയാണെങ്കിൽ പോലും ആർത്തട്ടഹസിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ജീവിതം ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക? ധാരാളമായി കൊണ്ട് മരണത്തെ ഓർക്കുക. അതുകൊണ്ട് നബി തന്നെ പറഞ്ഞില്ലേ, സർവ്വ ആസ്വാദനങ്ങളെയും സർവ്വ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി എപ്പോഴും ഓർക്കണട്ടോ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതുപോലെ മരണത്തെ ഓർക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ തെറ്റുകൾ വരില്ല. ഇനി അഥവാ അറിയാതെ തെറ്റ് വന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് അവൻ തൗബ ചെയ്യുന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, എത്ര കണ്ട് നമ്മൾ ജീവിതത്തിൽ തൗബ ചെയ്തിട്ടുണ്ട്? നമ്മൾ ചെയ്തിട്ടുണ്ടോ? അധികം ആൾക്കാരും ചെയ്തിട്ടില്ല. എന്തേ കാരണം? അവർക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കുക കേട്ടോ, നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെയും ആ മരണം നമ്മുടെ ജീവിതത്തിൽ വന്നെത്തുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് അത് വരും. ആ സന്ദർഭത്തിലൊന്നും നമുക്ക് നന്നാവാനോ അള്ളാഹിനോട് തൗബ ചെയ്യാൻ പോലും നമുക്ക് നേരം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥ ജീവിതം തുടങ്ങുന്ന മനുഷ്യന്മാർ ഇവിടെ ഒന്നുമല്ല. ഇതൊരു പരീക്ഷണ ഹാള് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പരീക്ഷാ ഹാൾ എന്നൊക്കെ പറയില്ലേ? പരീക്ഷാ ഹാളിൽ എന്താണ്? ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരീക്ഷേൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക? നമ്മൾ ആദ്യം നമ്മുടെ പേപ്പർ നമ്മുടെ ടീച്ചർമാരെ കയ്യിൽ കൊടുക്കണം അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഹോളിൽ നിന്ന് പുറത്തേക്ക് വരും. അഥവാ നമ്മുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ മരിക്കണം. അതിനുശേഷം ടീച്ചർ റിസൾട്ട് ഇടും അല്ലേ? പബ്ലിഷ് ചെയ്യും. അതെപ്പോഴാണ്? നമ്മുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ പരലോകത്ത് വെച്ചിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുക. മനസ്സിലാണ്ടോ? ജയിച്ചോ തോറ്റോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദുനിയാവത്തെ ജീവിതം എന്നുള്ളത് അതിൻ്റെ വഞ്ചനയിൽ നമ്മൾ പെട്ടുപോകരുത്. പണം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ ചാവാൻ നിൽക്കരുത്. മറിച്ച് എപ്പോഴും മനസ്സിലാക്കുക, ഇതൊരു പരീക്ഷണത്തിൻ്റെ ജീവിതമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതലുകളോടുകൂടി തന്നെ നമ്മൾ ജീവിക്കുക. നമ്മളെപ്പോഴും പരലോകത്ത് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യുക? ദുനിയാവിൽ ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഒരിക്കൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ? ഖാല, നബിയെ, സത്യവിശ്വാസികളിൽ ഏറ്റവും ഉന്നതരാണ് ചോദിച്ചു. നമ്മളൊന്ന് ആലോചിച്ചു, സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ ടോപ്പാണ് അല്ലേ? അതിലേറ്റവും ഉന്നതരായവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി എന്താ പറഞ്ഞു? അഹ്സനും ഹുൽഖാന, അവരിലെ സൽസ്വഭാവികളാണ് അവരിലെ ഏറ്റവും നല്ല
സത്യവിശ്വാസികൾ എന്നുള്ളതാണ്. അഥവാ സത്യവിശ്വാസികളിൽ ഏറ്റവും ഉന്നതരാരാണ്? അവരിൽ സൽസ്വഭാവികളാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ സൽസ്വഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒന്ന് ആലോചിച്ചോ, നമുക്കറിയാം നമ്മളെ കുറേ ഉപദ്രവിച്ച മനുഷ്യനാണെന്ന് നമുക്കറിയാം. നമ്മളെ പല നിലക്കും അവഗണിച്ച മനുഷ്യനാണെന്ന് നമുക്കറിയാം. നമ്മളെ പരിഹസിച്ചവരാണെന്നറിയാം. നമ്മളെ ഒന്നിനും പറ്റാത്തവനാണ് എന്ന് പറഞ്ഞ് നമ്മളെ അവഹേളിച്ചവരായിരിക്കാം ആരോ ആയിക്കോട്ടെ. നമുക്ക് മരിച്ചു പോകണം അല്ലേ? ഇപ്പം ഞാനും നിങ്ങളൊക്കെ എന്നുള്ളത് ദുനിയാവിലൊരു അതിഥികളാണ്. ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാൻ വിധിച്ചവരാണ്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ലോകത്തുനിന്ന് വിട പറയും. ആ വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂല, പിന്നീട് നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ല ദുനിയാവിൽ. മനസ്സിലാകണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടുന്ന് വേർപെട്ട് പോവേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയും പടച്ച തമ്പുരാൻ്റെ കൽപ്പനയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യിച്ചിട്ടാ, നമ്മൾ ഉപദ്രവിച്ചവരാണെങ്കിലും നമ്മൾ നല്ല നിലക്ക് നിൽക്കുക. അത് വിചാരിച്ചിട്ട് പറ്റപ്പോയി കാല് പിടിക്കണം എന്നല്ല പറയണത്. നമ്മൾ ആരോടും ദേഷ്യത്തിൽ നിൽക്കാൻ നിൽക്കരുത്. നിനക്ക് സലാം പറയുക. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഫയ്യുൽ മുഅ്മിനീന നബിയെ, സത്യവിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാൻ ആലോചിച്ചു. ഇത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ. എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സറും ലിൽ മൗതി ദിക്റൻ വഹസനും ലിമാ ബഅദു ഇസ്തിഅദാദൻ ഉലൈക അഖിയാസ്. നബി പറയണേ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി പറയണേ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും. നമ്മളൊന്ന് ആലോചിച്ചോ, നമ്മുടെ അടുത്തൊക്കെ ആരെങ്കിലും ആരോ ബുദ്ധിമാൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ പറയുക അല്ലേ? നമ്മൾ ദുനിയാവുപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പറയും ഓ ഭയങ്കര ബുദ്ധിമാനാന്ന് പറയും. പക്ഷേ യഥാർത്ഥ രൂപത്തിലുള്ള ബുദ്ധിമാൻ ആരാന്നറിയോ? മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും എന്നിട്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയണേ. ശരി തന്നെയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെ കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? ചിലപ്പോൾ ദുനിയാവ് ഉണ്ടാകും, പക്ഷെ നമ്മൾ ഈ ലോകത്തുണ്ടാവില്ല. എന്നാൽ മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. അവിടെ മരണമില്ല, അവിടെ എന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നോക്ക്. അല്പകാലം ജീവിക്കുന്നതിനാണ് നമ്മൾ പ്രാമുഖ്യം നിൽക്കേണ്ടത്, അത് എന്നെന്നും ജീവിക്കുന്ന ലോകത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിൽക്കേണ്ടത്. ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിക്കുന്നത് എന്നും നിലനിൽക്കുന്ന കാലത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല അത് വിചാരിച്ച് നമ്മൾ ദുനിയാവിന് വേണ്ടാന്നല്ല. നമ്മൾ പരലോകത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ജീവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ പടച്ച തമ്പുരാൻ നമുക്ക് ദുനിയാവും തരിക തന്നെ ചെയ്യും. അപ്പം നമ്മൾ നല്ല നിലക്ക് പഠിക്കണം. ആ പഠിക്കുമ്പോഴുള്ള നീയത്ത് എന്താ ഉണ്ടാവേണ്ടത്? എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം എന്ന് മാത്രമല്ല, ആ പണം കൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കണം. അതുകൊണ്ട് എൻ്റെ റബ്ബ് എനിക്ക് കൂലി തരും. അതേപോലത്തെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ദീനീപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എനിക്കെൻ്റെ കുടുംബം നോക്കണം, എനിക്കെൻ്റെ ഉമ്മാനെ നോക്കണം, എനിക്കെൻ്റെ വാപ്പാനെ നോക്കണം, എനിക്ക് പാവങ്ങളെ സഹായിക്കണം എന്നുള്ള നീയത്തോടു കൂടി നമ്മൾ പഠിച്ച് ജോലി വാങ്ങിക്കഴിഞ്ഞാൽ അത് അള്ളാൻ്റെ അടുക്കൽ കൂലി കിട്ടും. നേരെ മറിച്ച് എനിക്ക് കുറേ പണം ഉണ്ടാക്കണം, എനിക്ക് കുറേ എന്താ പറയുക വലിയ സമ്പന്നനായ ജോലി അടിച്ച് നടക്കണം എന്നുള്ള നിലക്കാണെങ്കിൽ അത് അപകടം പിടിച്ച പോക്കാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടണം എന്നുള്ള നിലക്കായിരിക്കണം ഓരോ സത്യവിശ്വാസിയും അവിടെ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയണേ, നമ്മളൊക്കെ മരിക്കും. ഒരു നാൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ പടച്ച തമ്പുരാൻ ഒരാളായിരിക്കും. ആ മലക്കുകൾ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തില്ല, ദുനിയാവിൽ ഒരു സെക്കൻഡ് പോലും പടച്ച തമ്പുരാൻ നമ്മളെ ബാക്കിയാക്കില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ആയുസ്സുള്ള കാലം എത്ര കണ്ട് സൽക്കർമ്മം ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചിന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഹറാമ് ചെയ്യാൻ തോന്നില്ല, ഒരു തോന്നിയ ദിവസം നമുക്ക് ചെയ്യാൻ തോന്നില്ല. പക്ഷെ എന്ത് വേണം? എപ്പോഴും ഞാൻ മരിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ മരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതെ പേടിച്ചിരിക്കല്ല വേണ്ടത്. മറിച്ച് ആ മരിക്കുന്നുള്ള ചിന്ത ഉണ്ടാകുന്നതോടുകൂടി തന്നെ നല്ല നിലക്ക് എനിക്ക് മരിക്കണം എന്നുള്ള നിലക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മൾ ഖബറിലുള്ള ജീവിതം, നമ്മളിപ്പോൾ കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയായി അല്ലേ? നമ്മളൊക്കെ ഖബർ കണ്ടിട്ടില്ലേ? അതിൻ്റെ അവസ്ഥ എന്താ? മനുഷ്യന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ദുനിയാവിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ മക്കളുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാൽ ആ ഖബറിൽ കിടക്കണമുണ്ടല്ലോ, സ്വന്തം ഇമ്മയെ വാപ്പ പോലും എന്ത് ചെയ്യൂല, നമ്മളൊപ്പം വന്ന് കിടക്കൂല കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനുണ്ടല്ലോ അതിനെ പിൻപറ്റിക്കോ. ഇപ്പം നമുക്ക് അതിൻ്റെ വില അറിയില്ല, പക്ഷേ ഒന്ന് കണ്ണടച്ച് നോക്കട്ടെ, അപ്പം അറിയാം
ഇതിൻ്റെ വില എത്രത്തോളം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.